നമ്മുടെ മേലാറ്റൂരും അതുപോലെ തന്നെ നമ്മുടെ മേലാറ്റൂർക്കാരായ ഓരോരുത്തരെയും അറിയപ്പെടാൻ പോട്ടോ. അതായത് നമ്മുടെ മേലാറ്റൂർ പാട്ടിനെ കുറിച്ചാണ് സംസാരിക്കണമെങ്കിൽ ഞാൻ കൂടുതൽ സംസാരിക്കുക. ഏതായാലും സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ, ഞാനൊരു ശനിയാഴ്ച വിശേഷങ്ങളുമായി വന്നിരിക്കുകയാണ്. ഇതാ ഈ മുന്നേ പോണ വണ്ടി ഇതാ ഉനയത്ത്. അതായത് ഈ ഉനയത്ത് കണ്ടപ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്നറിയാം, ഞാൻ പെരിന്തൽമണ്ണക്ക് ട്രിപ്പ് ഇട്ടിരിക്കണതിന് പോവാം. അങ്ങനെ ഈ ഒരു ഉനയത്ത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് അങ്ങ് സൗദി അറേബ്യയിൽ ഒരു 6 കൊല്ലം ഞാൻ നിന്ന് പറഞ്ഞല്ലേ, ഗഫീൽ ആദ്യം തന്നെ എന്നെ കൊണ്ട് ഓടിപ്പിച്ച ഈ ഉനയത്താണ്. ഇത് ഓടിച്ചിട്ട് ഈ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ നിർത്താം, അല്ലെങ്കിൽ എന്നെ ഞാൻ എക്സിറ്റ് അടിച്ചു എന്ന് പറഞ്ഞു. ഏതായാലും 6 കൊല്ലം നിന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് മൺ ഡ്രൈവറാണ് ഞാൻ. അങ്ങനെ നമുക്ക് ഫ്രീഡം ലൈഫിലേക്ക് നമുക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ. കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ഹമീദ് കഥ പോക്കാണ്, ഓട്ടാതറിയാം, അത് നിൽക്കാൻ നേരലാണെന്ന് പറഞ്ഞു കൈ കൊണ്ട് കാട്ടുന്നുണ്ട്. നമ്മുടെ സ്വന്തം മേലാറ്റൂരത്തെ ഉച്ച നേരത്തെ ബ്ലോക്കാണ് നിങ്ങളെ കാണുന്നത്. വലിയ ബ്ലോക്കൊക്കെ ഇനി വരാൻ പോവാണ്. നമ്മുടെ ഹനാനും അതുപോലെ തന്നെ ഷാഫിക്കൊക്കെ ഏപ്രിൽ 18 നമ്മളെ മേലാറ്റൂർ നിങ്ങൾ അറിഞ്ഞിക്കണോ. കൂടുതൽ അപ്ഡേഷൻ നമ്മളെ വീഡിയോയിലുണ്ടാവും. ഏതായാലും ചെറിയൊരു മയക്കോളൊക്കെ ഉണ്ട്. 2:30 മണിയായി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ അതാ കിട്ടണൊക്കെ തിന്ന് നടക്കുന്നുണ്ട് മുതൽ ചങ്ങായിക്ക്. അങ്ങനെ നോൻപൊക്കെ നോൽക്കണം. എൻ്റെ മണിക്കല്ലതാ പോണത് സുഫിമോൻ, ആള് രക്ഷയില്ല. ഏതായാലും ഉച്ച നേരം ചെറിയൊരു മയക്കോളൊക്കെ പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് പാത്തുമ്പണ്ടതിന് ശേഷം ഫാമിലി ഫോട്ടോ എടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, കുട്ടികളൊക്കെ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കും ഞാൻ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏതായാലും വണ്ടി ഒറ്റയ്ക്ക് ചാട്ടാക്കി ഞങ്ങൾ നേരെ മേലാറ്റൂരിലേക്ക് വിട്ടു. മേലാറ്റൂർ നമ്മുടെ സ്വന്തം, അതായത് ഓർക്കിഡ് സ്റ്റുഡിയോ ഒക്കെ പോയത് കേട്ടോ. ഓർക്കിഡ് സ്റ്റുഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. പാർക്കിലൊന്നും ഒരു വണ്ടിയില്ല, അവരൊക്കെ ഇതിൽ പോയിന്നാവും. ഞാനേതായാലും നിങ്ങളോട് പറയാം, നമ്മുടെ ഓർക്കിഡ് സ്റ്റുഡിയോയിൽ എത്തിക്കാണ്ട് നമ്മൾ നേരെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് എന്താ പറയുക 2 ഫ്രെയിമൊക്കെ കൊടുത്തുകാണ്ട് എൻ്റെ പാത്തുമാക്ക് ഒരു 2 പവൻ്റെ പാവസരം, അതുപോലെ തന്നെ 1 പവൻ്റെ ഒരു മാലി വാങ്ങാൻ നമ്മുടെ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് പോലെ ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് ഒരു 550 റുപ്യേൻ്റെ പരിപാടി തീർത്തു. അതായത് മുക്ക് വണ്ടം വാങ്ങിക്കണ്ട് എൻ്റെ പാത്തുമാനെ ഞാൻ പറ്റിച്ചു. എന്താ ചെയ്യണം, ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങണം. അതായത് ഗോൾഡ്, അതായത് സ്വർണ്ണം വാങ്ങാൻ വകുപ്പില്ലാത്തതുകൊണ്ടല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. ഏതായാലും ഉണ്ണിയേട്ടൻ്റെ അവിടെ പോയിട്ട് കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. നമ്മുടെ റഷീൻ്റെ വീട്ടിൽ പോയി കണ്ട് കുറച്ച് സമൂസയും പക്കോടയൊക്കെ വാങ്ങിക്കണ്ട് ഞങ്ങൾ നേരെ, അതായത് കാരണോലെ പരിക്ക പോയത് കേട്ടോ. അതായത് ഓല് നിർബന്ധിച്ചപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇമ്മ നല്ല ചോറ് വിട്ടുണ്ട്, അതായത് പെലച്ചക്കിലെ ചോറാ തോന്നണേ. ഏതായാലും വാങ്ങിക്കൊടുത്തു. ഇന്ന് നോമ്പ് തുറ കാരണോലെ വീട്ടുന്നായിരുന്നു. എന്താ പറയുക, മുന്തിരി ജ്യൂസും അതുപോലെ തന്നെ എന്താ പറയുക നല്ല പഴംപൊരി ഹോം മെയ്ഡാണ്. അങ്ങനെ തരിക്കഞ്ഞി കൂട്ടിക്കാണ്ട് നോമ്പുറക്കലും ഉഷാറായിക്കാണ്ട് ഞാൻ നേരെ പെരേക്ക് കിട്ടോ. ശേഷം നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേന് വീണ്ടും മേലാറ്റൂർക്ക് പോകണം. അതായത് നമ്മുടെ ഫോട്ടോ 8 മണിയാകുമ്പോഴത്തേന് ഫ്രെയിം ആയിക്കാണ്ട് ഫുൾ സെറ്റ് ആയിക്കാണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. അങ്ങനെ അതും മേടിച്ചുകാണ്ട് നമ്മുടെ മേലാറ്റൂരിൽ ഏപ്രിൽ 18 അതായത് ഹനാൻഷയും അതുപോലെ തന്നെ നമ്മുടെ ഷാഫി കൊല്ലം വരുന്നത് നിങ്ങൾ വല്ല വിവരം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, വരുന്ന ഏപ്രിൽ 18 നമ്മുടെ മേലാറ്റൂർ കളറാക്കാൻ വേണ്ടിയിട്ട് ഓലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുത്ത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ നമ്മളെ വീഡിയോ കണ്ട മണിക്കല്ലാണ് ഓലൊക്കെ ഇറക്കി കണ്ട് എന്താ പറയുക നമ്മുടെ മേലാറ്റൂർ പാട്ടിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ വരും വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.